ഹായ് ഹലോ നമസ്കാരം. ബ്ലൂബെറി ഡിസൈനർ ബോട്ടിക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി 2 പാർട്ടി വെയർ കുർത്തീസും പിന്നെ ഞാൻ ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യം കാണിക്കുന്ന ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ സിൽവർ കളറിൽ കട്ട് ബീഡ്സിൻ്റെ ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. സീക്വൻസും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോറൽ മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സെമി ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു യു ഷേപ്പിൽ വരുന്നൊരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കിൽ കൊടുത്തിട്ടുള്ള ഒരു സ്കാലപ്പ് ഫിനിഷിംഗ് ആണ് കേട്ടോ. സിൽവർ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു സ്കാലപ്പ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ള. യോക്കിൽ സീക്വൻസിൻ്റെ ചെറിയ സ്പ്രെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ലോവർ പാർട്ടിലായിട്ട് നല്ല നീറ്റായിട്ടുള്ള പ്ലീറ്റ്സും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു എയർലൈൻ കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ഇതിനകത്ത് യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നതും ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് വൈറ്റ് ആൻഡ് പിങ്ക് കളറിലുള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു ഹാൻഡ് വർക്കാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഉള്ളൊരു കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പോട്ട്ലി ബട്ടൺ ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണിച്ച എല്ലാ കുർത്തീസും നിങ്ങൾക്കറിയാലോ ഏത് സൈസിലും കളറിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് കാണിക്കുന്നതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ റെഫറൻസ് വീഡിയോസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമുക്ക് മനസ്സിനിണങ്ങിയ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന ഒരു ഡ്രസ്സ് തന്നെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇടാനായിട്ട് എന്തായാലും അതിനിപ്പോൾ എത്ര ഭംഗിയുള്ള ഡ്രസ്സാണെങ്കിൽ പോലും നമുക്കത് ഇടാനായിട്ട് ഒട്ടും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളുടെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ. പിന്നീട് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആപ്പിൾ ബോഡി ഷേപ്പൊക്കെ ഉള്ളവർക്ക് എ ലൈൻ ഡ്രസ്സസ് ഭയങ്കര സ്യൂട്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആപ്പിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു അപ്പർ പോർഷനിലായിരിക്കും കുറച്ച് വലിപ്പം ഉണ്ടാകുന്നത്, താഴോട്ട് വരുമ്പോഴത്തേക്കിന് കുറച്ച് വലിപ്പം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ബോഡി ഷേപ്പിൽ നമ്മളിപ്പോൾ എ ലൈൻ ഡ്രസ്സാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ അറ്റൻഷൻ വരുന്നതും ആ ഒരു താഴത്തോട്ടുള്ള പോർഷനിലായിരിക്കും. ആ ഒരു അപ്പർ പോർഷനിലേക്ക് അത്രയ്ക്ക് ഒരു അറ്റൻഷൻ വരില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഇണങ്ങിയ ഒരു ഡ്രസ്സായിട്ട് തോന്നും. അപ്പോൾ ഇനി നിങ്ങൾ ഡ്രസ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോരുത് കേട്ടോ. ഇതുപോലുള്ള കുറേ അടിപൊളി കളക്ഷൻസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാനും മറന്നുപോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള കുറേ അധികം ടിപ്സും അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ട് വരാം കേട്ടോ.